അടുക്കൽ ഷിബു മീരാൻ ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ഉമീദ് എന്ന വാക്കാണ് കിരൺ റിജിജു പറഞ്ഞത്. അതായത് ഇത് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് എന്ന്. ഇപ്പോൾ നമ്മുടെ ഭൂസംരക്ഷണ സമിതിയുടെ അംഗവും ഇവിടെ വന്ന് പറഞ്ഞത് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടാകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഈ നിയമത്തിന്റെ നൂലാമാലകളിൽപ്പെട്ട് ഇനിയും ഈ വിവാദങ്ങൾ മുന്നോട്ട് പോകും, ഈ പ്രതിസന്ധി മുന്നോട്ട് പോകും എന്നുള്ളത്. പക്ഷേ കേരളത്തിന്റെ ഒറ്റ വികാരം എന്ന് പറയുന്നത് പ്രതിസന്ധി അവസാനിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെ അവസാനിക്കുമെന്നാണ് വിചാരിക്കുന്നത്? തീർച്ചയായും അത് ഉമ്മീദ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എന്നൊക്കെ ചേർന്ന് ഞാൻ പറയും ഉമ്മീദ് എന്നാൽ പ്രതീക്ഷ. എൻ്റെ നേരെ വിപരീത വാക്കുണ്ട് ഹിന്ദിയിൽ, ഉദാസ് എന്നാണ്, നിരാശ. യൂണിഫൈഡ് വഖഫ് ഡിസാസ്റ്ററിംഗ് ആൻഡ് സപ്രസിംഗ് ആക്ടാണിത്. ഇപ്പോൾ ഈ ചർച്ച തുടങ്ങിയത് നേർക്ക് നേരെയുള്ളൊരു ചോദ്യത്തോടാണ്. മുനമ്പത്തെ വിഷയം എന്ന് പരിഹരിക്കപ്പെടും? ഞങ്ങൾ പറഞ്ഞു ചെറിയ ചട്ടങ്ങളും ഇതൊന്നും ഉണ്ടാക്കാണ്ട് പരിഹരിക്കാൻ നിവൃത്തിയില്ല. അത് ചോദിച്ചപ്പോൾ BJP-യുടെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനൊന്നും അല്ലല്ലോ, എനിക്ക് എപ്പോഴാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു. സെക്ഷൻ 2A പറയാൻ പോകുന്നത് അത് തന്നെയാവും എന്നറിഞ്ഞിട്ട് മുൻകൂർ ഞാൻ പറഞ്ഞു. ഇപ്പോഴും വഖഫ് ബോർഡ് സൊസൈറ്റി ആണെന്ന് പിന്നെ ഫറൂഖ് കോളേജ് സൊസൈറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മുനമ്പം വിഷയത്തെ എത്ര ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്ന വഖഫ് പിന്നെ ഫറൂഖ് കോളേജ് സൊസൈറ്റി അല്ലാന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? അവിടുത്തെ തർക്ക വിഷയം ആ ഡീഡിന്റെ നേച്ചറാണ്. വാതു ചിലർ പറയുന്നത് വഖഫാണെന്ന്, ചിലർ പറയുന്നത് പിന്നെ ഫറൂഖ് കോളേജിന്റെ ഗിഫ്റ്റ് ഡീഡാണെന്ന്. ആ ഇഷ്യൂ ആണ് ഇവിടെ സോൾവ് ചെയ്യേണ്ടത്. അത് സോൾവ് ചെയ്യാതെ മുനമ്പത്തുകാർക്ക് കരടയ്ക്കാൻ പറ്റില്ല. ഞാനിത് നെഞ്ചത്ത് കൈവച്ച് പറയാം. മജീദിനോട് പറയണായിരുന്നു നിയമസഭയിൽ വെച്ച് ഇവരെയൊക്കെ ഇറക്കി വിടണമെന്ന് പറഞ്ഞപ്പോ സഹോദര എന്റെ അവസരം ഞാൻ നിങ്ങളുടെ KP മജീദിനൊക്കെ മറുപടി തരാന്ന്. സഹോദര മിണ്ടാതിരിക്കൂ. സഹോദര ഞാൻ പറയട്ടെ താങ്കളെ പോലെ ഒച്ച എനിക്കുണ്ട്, ഞാൻ ഒച്ച ഉണ്ടാക്കാത്തത്. ഇത് കണ്ടിരിക്കുന്ന മുനമ്പത്തെ മനുഷ്യരുടെ ആശങ്ക എന്റെ മനസ്സിലുള്ളതുകൊണ്ട് സഹോദര ഞാൻ പറയട്ടെ സഹോദര ഇതിനകത്ത് ഇമ്രാൻ പ്രതാപ്ഗഡി പാർലമെന്റ് മേരെ സദ് പേ തും ഇത്നാ ഖുശ്ഗുമാൻ മത് ഹോ. രാജുപിനാർ എന്റെ അവസരമാണ്. മേരെ സദ് പേ തും ഇത്നാ ഖുശ്ഗുമാൻ മത് ഹോ, ചിരാഗ് സബ്കാ ബുജേഗ ഹവാ കിസിക്കെ അപ്പൻ. ഞങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ, ഞങ്ങൾ ഇരുട്ടിലാകുമ്പോ ആരും സന്തോഷിക്കരുത്, വിളക്ക് എല്ലാവരുടേതുമാണ്. കൊടുങ്കാറ്റ് ആരുടെയും സ്വന്തമല്ല. ഈ നിയമം പാസ്സായതിന്റെ അന്ന് വൈകിട്ട് ഈ രാജ്യത്ത് RSSന്റെ മുഖപത്രം പുറത്തുവിട്ട ലേഖനുണ്ട്. RSSന്റെ മുഖപത്രത്തിൽ തോന്നിയാസം എഴുതൂല, ഇവരുടെ അജണ്ട അല്ലാത്തത് വരില്ല. 17 കോടി ഏക്കർ ഭൂമി കത്തോലിക്ക സഭ കയ്യിൽ വച്ചിരിക്കുന്നു. അടുത്ത ടാർജറ്റ് അവരുടെയാണ് എന്ന് മറ്റാർക്ക് ബോധ്യമില്ലെങ്കിലും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് ബോധ്യമുണ്ട്. കേരളത്തിലെ രീതി വേറെയാണ് തിരിച്ചറിഞ്ഞ ഇടത്ത് തന്നെയാണ് ലേഖനം പിൻവലിക്കുകയും ചെയ്യുന്നത്. സമയം പൂർണ്ണമായി അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. മുനമ്പം പരിഹാരം കാണേണ്ടുന്ന വിഷയമാണ്. മുനമ്പം ദീർഘകാലത്തിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു നെരിപ്പോടായി തുടരരുത്. അതിന് പരിഹാരം ഉണ്ടാകാനുള്ള ജാഗ്രത എല്ലാവരുടെയും ഭാഗത്തുനിന്ന് വേണ്ടതുണ്ട്.